ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം ആലപിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവല്ലുവാമലയിൽ AIYF പന്തംകൊളുത്തി പ്രകടനം നടത്തി. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടെ BJP ഭരണത്തിലുള്ള തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം ആലപിപ്പിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി AIYF. ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്ന് ആരോപിച്ച് AIYF തിരുവല്ലോമല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. പഞ്ചായത്തിന്റെ ഔദ്യോഗിക വേദികൾ രാഷ്ട്രീയ സംഘടനകളുടെ അജണ്ട നടപ്പിലാക്കാനുള്ളതല്ലെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത AIYF ചേലക്കര മണ്ഡലം സെക്രട്ടറി VK പ്രവീൺ പറഞ്ഞു. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച ഈ സംഭവത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ഗാനങ്ങൾ ആലപിക്കാൻ അനുമതി നൽകിയതിനെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമായ മറുപടി നൽകണം. മതേതരത്വം വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യം അനുവദിക്കില്ലെന്നും നിബന്ധനകൾ ലംഘിച്ച സ്കൂളുകളുടെ NOC പിൻവലിക്കാൻ നിയമപരമായി സാധിക്കുമെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. തീർച്ചയായിട്ടും RSS സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഹരിശ്രീ വിദ്യാനികേതൻ എന്ന വിദ്യാലയത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചായത്തിനകത്ത് RSSന്റെ ഗണഗീതം ചൊല്ലിക്കുന്ന ആ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് AIYFനെ പോലെയുള്ള യുവജന പ്രസ്ഥാനം ഇത്തരത്തിൽ ഭരണഘടനയെ ധ്വംസിക്കുന്ന ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി ഈ തിരുവല്ലാമലയ്ക്കകത്ത് ഇന്ന് അണിനിരന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള പരിപാടിയല്ല ഇത്. കേന്ദ്രത്തിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള അതിന്റെ ഉദ്ഘാടന വേളയിൽ പോലും ആ ട്രെയിനിനകത്ത് RSSന്റെ ഗണഗീതം വിദ്യാർത്ഥികളെ കൊണ്ട് ചൊല്ലിപ്പിച്ച ആ ഒരു സമീപനം, ആ ഒരു കീഴ്വഴക്കം ഈ RSSനും BJPക്കും ഉണ്ട്. RSSന് ഇക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിലൊരു പരിപാടി ഈ പഞ്ചായത്തിനകത്ത് സംഘടിപ്പിക്കുമ്പോൾ ആ പഞ്ചായത്തിന്റെ ഭരണഘടനാപരമായ പ്രത്യയശാസ്ത്രമേറുന്ന ആ പഞ്ചായത്ത് സെക്രട്ടറി പറയണ്ടേ, ആ പഞ്ചായത്ത് സെക്രട്ടറി ഈ RSSന് കുടപിടിക്കുന്ന സമീപനമാണോ ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത് എന്നുകൂടെ നമുക്കറിയാനുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇതിന് തക്കതായ മറുപടി പറയേണ്ടതായിട്ട് വരും. സംഭവത്തിൽ അന്വേഷണം നടത്തി സ്കൂൾ അധികൃതർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. മേഖലാ പ്രസിഡന്റ് അഭിലാഷ് K. അരവിന്ദ് അധ്യക്ഷനായ ചടങ്ങിൽ PR കൃഷ്ണകുമാർ, KK രമേശ്, സുരേഷ് കുത്താമ്പുള്ളി തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആയതിന്റെ ഭാഗമായാണ് AIYFന്റെ നേതൃത്വത്തിൽ ഈ സായം സന്ധ്യയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം അല്ലെങ്കിൽ പ്രതിഷേധ സഹായം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം. എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് VK പ്രവീൺ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിനം ദുരുപയോഗം ചെയ്ത BJP നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യയിലെ വിപ്ലവ യുവജന പ്രസ്ഥാനമായ AIYF പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു സമരം ഏറ്റെടുത്തിട്ടുള്ളത്. CCV ന്യൂസ്, തിരുവല്ലോമല.